6 വയസ്സുള്ള ഒരു കുട്ടിക്ക് സെക്സിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവോ? ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവോ? ഇന്റിമസി, ഇമോഷണൽ ബോണ്ടിങ്. അതുപോലെ ടോക്സിസിറ്റി ഒക്കെ ഇങ്ങനെ തന്നെയാ. പെട്ടെന്ന് ഒരു ദിവസം അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അവനെങ്ങരുത്. അത് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, ഞാൻ ജെൻഡർ വെച്ച് പറയില്ല. ഒരാളെ തലപൊക്കി നോക്കാൻ അവർക്ക് ധൈര്യമില്ല. ഓപ്പോസിറ്റ് ജെൻഡറിനെ തലപൊക്കി നോക്കാൻ ധൈര്യമില്ലാത്ത ഒരു പെൺകുട്ടിയെ വളർത്തിയെടുത്ത സമൂഹമാണ്. പിന്നെ ഫ്രണ്ട്സിനോട് തന്നെ പറയും അവൻ ഭയങ്കര റെഡ് ഫ്ലാഗ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മെജോറിറ്റി ആൾക്കാരും ഫീലിങ്സ് വെച്ച് കളിക്കുവാണ്. ഇന്നത്തെ കാലത്ത് ഇപ്പം ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടുകൾ പലരും ഹംസങ്ങളായിട്ടൊക്കെ എഴുത്ത് കൈമാറുന്നവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ നമുക്ക് ആ ഓരോ മീറ്റിങ്ങും കിട്ടുന്ന ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇന്നത്തെ കാത്തിരിപ്പിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാത്തിരിപ്പിൻ്റെ പ്രശ്നം എന്താണെന്നറിയാവോ? നമ്മളൊരു ബ്ലൂടിക്ക് വീണു, ആ പേഴ്സൺ റിപ്ലൈ ചെയ്തില്ല, അവിടെ തുടങ്ങുകയാണ് പെയിൻ. പുള്ളിക്കാരൻ കുറച്ച് ടോക്സിക് ആയിരുന്നു. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ജെൻസിന്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ പോലെ മുഖത്തെ നോക്കി നീ പോടാ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ധൈര്യമില്ല. ടെക്നോളജി എന്ത് തന്നെ വന്നാലും, കാലഘട്ടം മാറി വന്നാലും, ദ ബേസ് ഓഫ് ആ ഇമോഷൻ, ആ ബേസ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ആ ഫീലിങ്സ് സെയിം ആയിരിക്കും. ChatGPT ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും ഞാൻ ചോദിച്ചു എന്താണ് ഈ ജെൻസി വേർഡ്സ്, എനിക്കറിയില്ല. ഇതിനും പുറത്തു പോയി പഠിക്കാനും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും അവർക്ക് ഫ്രീഡം കിട്ടുവാണ്. സോ അവർക്ക് പാരൻസിൻ്റെ സപ്പോർട്ടുണ്ട്. പിന്നെ കൂടുതലും പാരൻസ് അറിയാതെ അവരെല്ലാം ചെയ്യുന്നുണ്ട്. ഇന്ന് ആ മണ്ടൻ വിശ്വാസം തന്നെ പറയാം, ആ മണ്ടൻ ജഡ്ജ്മെന്റ് എല്ലാം മാറി. കുട്ടികൾക്ക് വളരെ യങ് ഏജിൽ തന്നെ ആൺകുട്ടി പെൺകുട്ടി ആ ഡിഫറൻസ് തന്നെ അവർ നോക്കാണ്ട് എന്താണ് സംസാരിക്കാനും അവർക്ക് ഇടപെടാനുള്ള ചാൻസസ് ഇന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ 10 പേരെ കാണിച്ചിടാൻ പാടില്ല, നീ ഷോൾ ഇടണം, നീ അങ്ങനെ കണ്ണെഴുതാൻ പാടില്ല, ഇങ്ങനെ കണ്ണെഴുതാൻ പാടില്ല, ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, സോ നീ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരുപാട് കമൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രീഡം ഒന്നും ഇല്ലാന്ന് തന്നെ, അതും സ്ത്രീകൾ തന്നെ ഈ സ്ത്രീകൾക്കെതിരെ പോസ്റ്റ് ചെയ്യുന്നത് കാണാം. ഭർത്താവിന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതെന്തോ ഭയങ്കര ഒരു കിരീടം പോലെ, ഞാൻ എന്തോ ഭയങ്കര മഹത്തായ ഒരു കാര്യം ചെയ്തു, നല്ലതാണെങ്കിൽ അത് അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ. അത് അറിഞ്ഞൂടാത്തോണ്ടാ. അതെ, ആയിക്കോട്ടെ, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് അവർക്ക് ഇടപെടുന്നത്. പ്രണയം ചിലർക്ക് ഒരാഘോഷമാണ്, ചിലർക്ക് തീർത്താ തീരാത്ത നോവും വേദനയൊക്കെയാണ്, ചിലർക്കതൊരു പ്രതീക്ഷയാണ്, ചിലർക്ക് വളരെ നിസ്സാരമായൊരു മെമ്മറി മാത്രമാണ് ഈ പ്രണയം. ഒരു കാലഘട്ടത്തിലും പ്രണയത്തിന് മാറ്റമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ നമ്മൾ മനുഷ്യർ പ്രണയത്തെ സമീപിക്കുന്ന രീതി ഒരുപാട് അങ്ങ് തന്നെ മാറിയിട്ടുണ്ടല്ലേ. ഇന്നത്തെ ഇൻഫാൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾ ചർച്ചയാക്കുന്നത് പ്രണയത്തിൻ്റെ എല്ലാ വശങ്ങളുമാണ്. പ്രണയം, വിരഹം, തേപ്പ്, ഇതെല്ലാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രേക്ഷകർ ഈ ഒരു എപ്പിസോഡിലേക്ക്, ഈ ഒരു ടോക്ക് ഷോയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി ഇതാ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ ഇന്നത്തെ ടോക്ക് ഷോയിലെ ഗസ്റ്റുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ടൈമായി. നിമിഷ, വെൽക്കം. സോ നിമിഷ ഒരു IT പ്രൊഫഷണലാണ് ആൻഡ് ഷീ ഈസ് ഓൾസോ ആൻ ഓൺടർപ്രനർ. ദ കാഞ്ചി ടീൽസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്. അടിപൊളി കുറേ അധികം കാഞ്ചീപുരം സാരികൾ നിങ്ങൾക്ക് ആ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യാം. ഞാൻ ഇടയ്ക്കൊക്കെ ഒരുപാട് വാങ്ങാറുണ്ട്. വെൽക്കം നിമിഷ. ആൻഡ് ദെൻ വി ഹാവ് വിത്ത് അസ് സരൺ. സരൺ ഒരു ആക്ടറാണ്, ഒരുപാടധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, അതുപോലെ ഹിറ്റായ ഒരുപാട് ഷോർട്ട് ഫിലിമുകൾ ആൻഡ് ഇപ്പോൾ കറണ്ട് ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഷോർട്ട് കോണ്ടന്റ് വീഡിയോസ് ചെയ്യാറുണ്ട്. ആൻഡ് ഹീ ഈസ് ഓൾസോ ഡബിങ് ആർട്ടിസ്റ്റ്. ആൻഡ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആക്ച്വലി നമ്മളൊരു ആഡ് ചെയ്തിട്ടാണ്, അങ്ങനെയാണ് ഞങ്ങൾ കമ്പനി ആയത്. ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ നിന്ന് വന്നതിന് ഒരുപാട് താങ്ക് യു സരൺ. താങ്ക് യു, വെൽക്കം. താങ്ക് യു. അടുത്തതായി നമ്മളോടൊപ്പം ചേരുന്നത് അനശ്വരയാണ്. അനശ്വര ഒരു ജേർണലിസ്റ്റ് ആണ്. പ്രവാസി ഭാരതിയിൽ ഷീസ് എ വെരി ഗുഡ് സിംഗർ ആൻഡ് പ്രവാസി ഭാരതിയിൽ സിംഗിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷീസ് എ വെരി ഡിയർ ഫ്രണ്ട് ഓഫ് മൈൻ ടു. ഞങ്ങൾ കെൽട്രോണിൽ ഒരുമിച്ച് ജേർണലിസം പഠിച്ചിട്ടുള്ള പരിചയമാണ്. വെൽക്കം. താങ്ക് യു. ആൻഡ് ദെൻ വി ഹാവ് വിത്ത് അസ് അഖിൽ മുരളീധരൻ ആൻഡ് ഹീസ് എ കോണ്ടന്റ് ക്രിയേറ്റർ. വളരെ നല്ലൊരു എപ്പിസോഡ് തരാനായി എല്ലാ തിരക്കും മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. വെൽക്കം. താങ്ക് യു. ഏതൊരു ഇമോഷനും പുറത്തേക്ക് വിടാൻ ഏറ്റവും നല്ല മീഡിയം എനിക്ക് തോന്നിയിട്ടുള്ളത് പാട്ടാണെന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനശ്വര ഒരു അടിപൊളി സിംഗറാണ്. സോ ലെറ്റ്സ് ഹിയർ ഫ്രം ഹർ പ്ലീസ്. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിൽ നീരാടിന ചോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആന കേറാമീട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം
ചിന്തകളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ വാലന്റൈൻസ് ഡേ, ലവ്, ലോസ്റ്റ്, ഇതെല്ലാം നമുക്ക് സംസാരിക്കണം. എനിക്ക് ഈ ഒരു നമുക്ക് നിമിഷം തുടങ്ങാം. നിമിഷയ്ക്ക് എന്താണ് പ്രണയം എന്ന് പറയുമ്പോൾ? പ്രണയം പക്ഷെ അത് നമ്മൾ നമ്മുടെ ഏജ് അനുസരിച്ച് എനിക്ക് തോന്നുന്നു ആ ഡെഫിനിഷൻ ഓഫ് ലവ് മാറുമെന്ന്. പണ്ടായിരുന്നെങ്കിൽ അതിതീവ്രമായി ഒരാളെ കാണാനും കേൾക്കാനും അയാളെ അറിയാനും ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അയാളെ സ്വന്തമാക്കുന്നത്, പിടിച്ചു വെക്കുന്നതാണ് പ്രണയം എന്നായിരുന്നു പണ്ടത്തെ എൻ്റെ ചിന്ത. പക്ഷെ ഇപ്പം അത് കുറേ കൂടെ റീഡിഫൈനായി. അതായത് ആരാണോ ഒരു വ്യക്തി എന്തിനെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അതിനെ അതിൻ്റെ ഒഴുക്കിനങ്ങ് വിടുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പ്രണയം. അതായത് പിടിച്ചു വെക്കുന്നതല്ല, പിടിച്ചു വെക്കലല്ല, സ്വതന്ത്രമായിട്ട് തുറന്നു വിടുന്നത്. അതെ, അവരെന്താണോ അതുപോലെ തന്നെ വിടുന്നതാണ് പ്രണയം. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ പ്രണയം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതൊരു അതെ. സന്തോഷമായിരിക്കും അല്ലേ? ആള് ഉറപ്പായിട്ടും. പോയാലും ആള് ഹാപ്പി ആണല്ലോ എന്നൊരു thought. അതെ അതെ സാറിന് വേറെ എന്തെങ്കിലും ടേക്ക് ഉണ്ടോ ഓൺ ലവ്? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? പ്രണയം എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഫീലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. നമുക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷം തരുന്ന ഫീലുകളിലൊന്നാണ്. ഇപ്പം സയൻറ്റിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ ഡോപ്പമിൻ നന്നായിട്ടുണ്ടാവുന്ന, ഭയങ്കരമായിട്ട് ഫീൽ ഗുഡ് ആവുന്ന ഒരു അവസ്ഥ. അത് ഹൈ അല്ലേ? ഒരു ഹൈ, ഭയങ്കര രസമുള്ള ഹൈ. പക്ഷെ നമ്മൾ അതിൻ്റെ എന്താ പറയുക, ഇപ്പോൾ ഓരോ ഘട്ടത്തിലും ഇപ്പം പ്രണയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരാളുടെ ഇഷ്ടം ഇങ്ങനെ പിടിച്ച് വെക്കുന്ന പരിപാടിയൊന്നുമല്ല. നമുക്ക് ഈസ് അല്ലെങ്കിൽ കാംനെസ് ആണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പ്രണയത്തിൽ എപ്പോഴും കാംനെസ് വേണം. അങ്ങനെയാണെങ്കിൽ അതിങ്ങനെ ഒരു ഫ്ലോ ചെയ്ത് നടക്കും, ഒഴുകും. ആ ഒഴുക്കാണ് എനിക്കിഷ്ടം. ഓക്കെ, അപ്പം സമാധാനമാണ് പ്രണയം എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. സമാധാനവും ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന സമാധാനമുള്ള അവസ്ഥ. ആ സമാധാനത്തിൽ തന്നെ നമ്മൾ വെറുതെ ഇരുന്നതിന് നമുക്ക് ഭയങ്കര ഫീൽ ആയിരിക്കും. നമുക്കറിയാം വേറെ ആരോ ഒരാളുണ്ട്, നമ്മൾ മാത്രമല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് വരണം എന്ന് ചിന്തിക്കുന്നത് വേറൊരാളും കൂടി ഉണ്ട്. അതൊരു ശക്തി. അല്ലാത്തൊരു തോട്ട് അതിൽ മാത്രമായിരിക്കും. അതെ, സെൽഫിഷ്. നമ്മുടെ സന്തോഷത്തിന് അപ്പുറം മറ്റേ ആളെ സീക്ക് ചെയ്യാന്നുള്ളതല്ലേ ട്രൂ ലവ്? അതെ, തീർച്ചയായിട്ടും. അതെ, അത് നമ്മളിപ്പം ഒരു പ്രപഞ്ചശക്തിയിലോ ദൈവത്തിലോ എന്ത് പേരിട്ട് വിളിച്ചാലും നമ്മൾ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ വേറൊരാളും കൂടി നമുക്കറിയാം അയാൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ കൂടെ എല്ലാ എനർജീസിലും ഉണ്ട്. അത് ഫിസിക്കലായാലും മെൻ്റലായാലും ഇമോഷണലായാലും എല്ലാത്തിലും ഉണ്ട്. അതാണ് എനിക്ക് പ്രണയം. ഓക്കെ, അടിപൊളി. അനശ്വരയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കുക, ഞാനിത് ആദ്യം ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞു, ഞാൻ അത്ര പുതിയ ചിന്താഗതിയുള്ള ആളൊന്നും അല്ല, ഞാൻ ഒരുപാട് പഴയ രീതിക്കാണ് പ്രണയത്തെ കാണുന്നത്. പറഞ്ഞോളൂ, എങ്ങനെയാണ്? ഞാൻ സത്യം പറഞ്ഞാൽ പ്രണയം എന്ന് പറയുന്ന ഒരു ആശയം വളരെ പക്വതയുള്ള ഒരു ആശയമാണ്. എനിക്കെപ്പോഴും ഭയങ്കര മെച്യൂർഡായിട്ട് ചിന്തിക്കണം എന്ന് ഒരു കൺസെപ്റ്റുള്ള ഒരാളാണ് ഞാൻ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് പല ആൾക്കാരും പറയുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം, ട്രസ്റ്റ് വേണം. ഇതൊന്നും വേണമെന്ന് പറഞ്ഞ് കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല അത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പറയാം. നമ്മളിപ്പോൾ ഒരു കണ്ണാടി, എനിക്ക് തോന്നുന്നു ഒരു 100-ൽ ഒരു 95% ആളുകളും കണ്ണാടിയിൽ നോക്കി സ്വന്തമായിട്ടൊരു ഒരു അസസ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരാണ്. നമ്മൾ ഡ്രസ്സ് ഇട്ടാൽ, ഒരു മേക്കപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ മുടി കോമ്പ് ചെയ്താലൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഓക്കെ എന്ന് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം വന്ന ഉടനെ നമ്മൾ കണ്ണാടിയിൽ പോയി, ഞാൻ അങ്ങനത്തെ ഉള്ള ഒരാളാണ്. കണ്ണാടിയിൽ പോയി നേരെ നിന്ന് സംസാരിച്ച് ഒരാളോട് എന്തെങ്കിലും പറയാൻ പറ്റിയില്ല എന്നിരിക്കട്ടെ, അത് നേരെ കണ്ണാടി വന്ന് സംസാരിച്ച് ഒരു ആശ്വാസം കണ്ടെത്തുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുള്ളത്, നമ്മുടെ പാർട്ട്ണർ, അതിപ്പോൾ പ്രണയമായിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിക്കോട്ടെ, ആരാണെങ്കിലും ആ മിറർ പോലെ ആ പ്രതിബിംബമായിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതിബിംബത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ പ്രതിബിംബത്തോട് നമുക്കൊരിക്കലും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം, ട്രസ്റ്റ് വേണം, എന്നെ നീ നന്നായിട്ട് നോക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന നമ്മുടെ കൂടെ ഉള്ള ആൾ ആ മിററിൽ നിൽക്കുന്ന നമ്മൾ തന്നെ ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റാണ് എനിക്ക്. കാരണം മെച്യൂർഡ് ആയിരിക്കണം. അപ്പോൾ അവിടെ 2 പേര് തമ്മിൽ എന്തെങ്കിലും പരസ്പരം കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബഹളം ഉണ്ടായിരുന്നിരിക്കട്ടെ, ഓക്കെ ഞാൻ പോവാണോ, നീ തേച്ചു, അത് വരില്ല. വളരെ മെച്യൂർഡായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. അതായിരിക്കണം പ്രണയം എന്ന് ചിന്തിക്കുന്ന ഒരു തോട്ടാണ് അന്നും ഇന്നും എന്നും.
വണ്ടർഫുള്ളി പുട്ട്, ഒരു അടിപൊളി ഡെഫിനേഷൻ ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇനിഷ്യൽ സ്റ്റേജസിൽ കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് അല്ലേ? അതായത് പലപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും വേറെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ആണല്ലേ. അതെ. അപ്പം ഈ പറഞ്ഞ പോലെ നമുക്കൊരു മിററിലെ ആളെ കാണുന്ന പോലെ നമ്മളെ വായിച്ചെടുക്കാൻ പറ്റിക്കൊള്ളണം എന്ന് ഇനിഷ്യൽ ഫേസിൽ ഇല്ല. ഇല്ല. സോ കമ്മ്യൂണിക്കേഷൻ ത്രൂ കമ്മ്യൂണിക്കേഷൻ ഗ്രാജുവലി നമുക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കുന്ന ഇപ്പൊ നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ നമുക്ക് നമ്മളെ അറിയാം. എങ്ങനെയാ നമുക്ക് നമ്മളെ അറിയാറാവുന്നത് എങ്ങനെയാ? നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമ്മളോട് തന്നെ നമ്മുടെ ആശയങ്ങൾ, ഞാൻ എന്തെങ്കിലും ഒരു വിഷയം ചെയ്തു, അത് ശരിയാണോ എന്ന് നമ്മൾ ചോദിക്കും. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മളോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് നമ്മളുടെ ആശയങ്ങളെ ബിൽഡപ്പ് ചെയ്തെടുക്കുന്നത്. അതേ പ്രോസസ്സ് തന്നെയാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടെന്ന് ആരും പറയുന്നില്ല. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും നല്ല മീഡിയം. നമ്മൾ എങ്ങനെ നമ്മളെ പ്രതിബിംബമായി കാണുന്നോ, നമ്മൾ എങ്ങനെ അപ്പോൾ സംസാരിക്കുന്നോ, അതേ വേയിൽ പോയാൽ ഈ മ്യൂച്വൽ റെസ്പെക്റ്റ് തരണം, അല്ലെങ്കിൽ ട്രസ്റ്റ് ഉണ്ടാവണം, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, ഇതൊന്നും പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിപ്പോൾ എന്ത് റിലേഷൻ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇത് ഉള്ളീന്ന് വരേണ്ട സാധനമാണ്. ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ ഈ സാധനം വിടും, ഇത് കഴിഞ്ഞു, പിന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് പോകും. അങ്ങനെയല്ല. അത് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അത് ഉള്ളീന്ന് വരണം. ഈ ഉള്ളീന്ന് വരണം എന്ന് പറയുന്നത് പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടുന്ന ഒരു സാധനമല്ല. മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അത് വരും. അതെ, അത് ഒരു നല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് ഇൻബിൽറ്റ് ആയിട്ട് ഇങ്ങനെ സംഭവം വരും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫേക്ക് ചെയ്ത് നിൽക്കും. ഇടയ്ക്ക് അടി ബഹളം ഉണ്ടാവുന്നതൊക്കെ തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത്, കുറച്ചും കൂടെ സ്ട്രോങ് ആക്കും. എങ്കിൽ കൂടിയും ആളുകളെ മനസ്സിലാക്കാത്ത രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ എന്നും പറയുന്നു, പക്വതയുള്ള ഒരു ആശയമാവണം പ്രണയം. ഓക്കെ. അല്ലാതെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ജെൻസി ആയിട്ടുള്ള ആളുകൾ, സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഷോയ്ക്ക് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ChatGPT ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളോടും ഞാൻ ചോദിച്ചു, എന്താണ് ഈ ജെൻസി വേർഡ്സ്? എനിക്കറിയില്ല. അത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എനിക്കറിയില്ല, എനിക്കത് അറിയാൻ ഇപ്പോഴും സ്റ്റിൽ താല്പര്യമില്ല. അതിൻ്റെ അർത്ഥം ജെൻസിയുടെ പ്രണയങ്ങളെ എതിർക്കുന്നു എന്നുള്ളതല്ല. എൻ്റെ കൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, ജെൻസികളിലേക്ക് നമുക്ക് പിന്നീട് വരാം. അഖിൽ പറയൂ, വാട്ട് ഈസ് യുവർ കോൺസെപ്റ്റ് ഓഫ് ലവ്? പ്രണയം ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാനോ പറ്റുന്ന കാര്യമില്ല. അത് നമ്മൾ എല്ലാ മനുഷ്യരും ഒരിക്കലല്ല പലപ്പോഴായിട്ടെങ്കിൽ പോലും മിനിമം ഒരിക്കലെങ്കിലും ലൈഫിൽ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഇത്രമാത്രം ബ്യൂട്ടിഫുൾ ആയ ഒരു ദൈവം തന്നൊരു ഗോഡ് ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ രണ്ടാമത്. അതിനെല്ലാം അപ്പുറം ഇത്രമാത്രം നമ്മൾ മനുഷ്യനായി ജനിച്ചതിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ലക്കാണ് ആ ഫീൽ എന്ന് പറയുന്നത്. നമ്മൾ പ്രണയിക്കുന്നയാൾ അതേ ഫീൽ നമ്മളെയും പ്രണയിച്ചാൽ അതിനപ്പുറം വലിയ ഹാപ്പിനെസ് ഇല്ല. അങ്ങനെയാണ് ഞാൻ പ്രണയത്തെ കാണുന്നത്. അതിനകത്ത് വരുന്ന പ്രശ്നങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷനൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കുമ്പോഴും പ്രണയം എന്ന ആ ആദ്യ വികാരത്തെ പറ്റി ചിന്തിക്കുമ്പോൾ, ഇപ്പോൾ നമുക്ക് ആദവും അവയും പറയുമ്പോൾ അവിടെ ഉണ്ടായത് മുതൽ നമ്മളെ പല ഫേമസ് ആയ എഴുത്തുകാർ എഴുതിയതുപോലെ പറഞ്ഞതുപോലെ ഏറ്റവും മനോഹരവും ഏറ്റവും പെയിൻഫുള്ളുമായ ഒരു ഫീലിംഗ് ആണ് പ്രണയം. അത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. ഇനി ന്യൂജൻ ഓൾഡ് അങ്ങനെ ഞാൻ കാണുന്നില്ല. ഇപ്പോൾ ജെൻസിയുടെ കാര്യം പറഞ്ഞു, ടെക്നോളജി എന്നതിനപ്പുറത്തേക്ക് പ്രണയത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ ഞാൻ പറയാം, 20 വർഷം മുമ്പേ പ്രണയിച്ചിരുന്ന ആൾക്കാർ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ അവർ ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണോ പ്രണയിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണോ അവരുടെ മീഡിയം, അവർക്ക് പ്രണയിക്കാനും സംസാരിക്കാനുള്ള മീഡിയം എങ്ങനെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്, അതേപോലെ ആ ആൾക്കാരും പ്രണയിക്കൂ. നമുക്ക് തിരിച്ചാലോചിക്കാം, ഒരു 20 കൊല്ലം മുന്നേ ഫോണും ജിയോയും ഈ പറയുന്ന 4G 5G സെറ്റപ്പ് എല്ലാം വന്നിരുന്നെങ്കിൽ ഇന്നത്തെ പിള്ളേർ എങ്ങനെ പ്രണയിച്ചിരുന്നോ അതേപോലെ തന്നെ ആയിരിക്കും അന്നും ഒരു പ്രണയിക്കുക. ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി ഒരു 30 കൊല്ലം കഴിഞ്ഞ് നമ്മൾ ജീവിക്കുന്ന അന്നത്തെ കാലത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ യങ് ജനറേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ ആവില്ല അവരുടെ വേ ഓഫ് ലവിങ്. പ്രശ്നങ്ങൾ, അവരുടെ ഇഷ്യൂസ് വേറെ ആയിരിക്കും. സോ ടെക്നോളജി എന്ത് തന്നെ വന്നാലും, കാലഘട്ടം മാറി വന്നാലും, ദ ബേസ് ഓഫ് ആ ബേസ് ഇമോഷൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ആ ഫീലിങ്സ് സെയിം ആയിരിക്കും. അത് ഏറ്റവും മനോഹരമായ ഒരു ഫീലിങ്സ് ആണ്. അങ്ങനെ ഒരു ഫീലിങ്സിൽ കഴിഞ്ഞു പോയ ഒരാളെന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഫീലിങ്സ് പലപ്പോഴും അനുഭവിച്ചിട്ടുള്ള ആളെന്ന രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും ആ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. അതിൻ്റെ ഏറ്റവും നല്ല രീതി തന്നെ അവർക്ക് അത് ചെറിഷ് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് കുറച്ച് വൈകി എത്തിയ ഒരു അതിഥി കൂടിയുണ്ട്, ആര്യ. ഷീസ് ആൻ ആസ്പയറിംഗ് ആങ്കർ. ആര്യ ഇന്നിവിടെ വിളിച്ചത് ജെൻസി കിഡ്സിൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. വെൽക്കം ആര്യ. എനിക്ക് ആര്യയോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കുറച്ച് മുമ്പ് അനശ്വര പറഞ്ഞിരുന്നു, ജെൻസി കിഡ്സ് അല്ലെങ്കിൽ ഈ ഒരു ജനറേഷനിലെ ലവിൻ്റെ ഒരു തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ അത്ര തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി അപ് ടു ഹർ. ഓരോരുത്തർക്ക് ഓരോ ചിന്താരീതി ആയിരിക്കും പ്രണയത്തെക്കുറിച്ച്. അപ്പോൾ എനിക്ക് ആര്യയോട് ചോദിക്കാനുള്ളത്, യഥാർത്ഥത്തിൽ നിങ്ങൾ ജെൻസി കിഡ്സ് നോ പറയുമ്പോൾ അത് തേപ്പാവുകയാണോ, അതോ ആർ യു ഗൈസ് സെറ്റിംഗ് ബൗണ്ടറി?
അപ്പോൾ അത് ഓരോ പേഴ്സൺസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ ബൗണ്ടറീസ് സെറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്യണം. പിന്നെ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്, അല്ലാതെ സിറ്റുവേഷൻസ് കാരണം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അത് ഓരോ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. അതിപ്പം ജെൻസി കിഡിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നതിനെക്കാട്ടും പുള്ളിക്കാരിയുടെ ഏജിലുള്ള ഒരു 30 പേരുണ്ടെങ്കിൽ ആ 30 പേരുടെ ഒരേ തോട്ട് പ്രോസസ്സ് ആയിരിക്കില്ല. പുള്ളിക്കാരി ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഒരു ജെൻസീൻ്റെ റെപ്രസെൻറ്റേറ്റീവിനെക്കാട്ടും കൂടുതൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരാളുടെ പെർസ്പെക്റ്റീവ്. അപ്പം നമ്മളിപ്പം നമ്മുടെ എല്ലാവരും ഏജ് മെജോറിറ്റി പെർസ്പെക്റ്റീവ് ഉണ്ടാവില്ല. അതായത് പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാടധികം കോംപ്രമൈസസ് വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെയുള്ള വേറെ കൂട്ടുകാരൻ പ്രണയിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്. രണ്ടുപേരുടെയും പ്രണയത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും രീതിയും ഒന്നും അതേ കാലഘട്ടത്തിലുള്ളതുകൊണ്ട് ഒരേപോലെ അല്ല. അത് ശരിയായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ചും കൂടി അവെയർ ആണ്. എവിടെ നോ പറയണം, എത്രത്തോളം ബൗണ്ടറി ഇടണം, എപ്പോഴും ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യണം, ടോക്സിസിറ്റി എന്താണ്. പക്ഷെ പഴയ കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് കാണാൻ അതെനിക്ക് തോന്നുന്നതിൻ്റെ എനിക്ക് ഒരു റീസൺ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉള്ള യങ് ജനറേഷൻ്റെ പേരൻസ് കുറച്ചും കൂടി ആ ഒരു ജനറേഷനിൽ നിന്ന് വന്നവരാണ്. അവർ കുറച്ചും കൂടി ന്യൂക്ലിയർ ഫാമിലിയിലാണ്. അവർ കുറച്ചും കൂടി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഓൾസോ ഓക്കെ. അപ്പോൾ അവർ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ്. കോൺഫിഡൻസ് ആണ് എപ്പോഴും റിഫ്ലക്ട് ചെയ്യുന്നത് 2-3 രീതിയിലാണ്. ഇപ്പം ഞാനിപ്പം പഠിച്ച സമയത്ത് ഞാനിപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ടൊരു ആളാണെങ്കിൽ ഞാൻ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന രീതി വേറെ ആയിരിക്കും. അത്രയും കോൺഫിഡൻസ് അല്ല കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടൊരാൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല എക്സ്പ്രസ് ചെയ്യുന്നത്. സോ തോട്ട് പ്രോസസ്സും എക്സ്പ്രഷനും എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. അല്ല, ഇതിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ 90s ആ കാലഘട്ടത്തിലെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇവർ കാണുന്നത് തന്നെ ഭയങ്കര കുറവായിരിക്കും. ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ അപ്പുറം ഇപ്പുറം നിന്നായിരിക്കും ഇവർ കാണുന്നത്. ഇവർ സംസാരിക്കുന്നത് ആരും കാണാതെ എവിടെയെങ്കിലും ഒരാൾ 2 ഫ്രണ്ട്സ് ഉണ്ടാവും, ഒരാൾ ആരെങ്കിലും വരെ നോക്കാനായിട്ട് ഏൽപ്പിച്ച് നിന്നിട്ടായിരിക്കും ഇവർ സംസാരിക്കുക. അപ്പോൾ ഇവർ നമ്മളെ പേഴ്സണൽ ടൈം, പേഴ്സൺ ടു പേഴ്സൺ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവായിരിക്കും. കൂടുതലും എഴുത്തും കത്തും ആ രീതിയിലേക്കായിരിക്കും. അന്നത്തെ സോഷ്യൽ സ്ട്രക്ചർ അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല അവസ്ഥ. ഇപ്പോൾ ബോയ്സ് സ്കൂളിലും ഗേൾസ് സ്കൂളിലും പഠിക്കുന്ന കുട്ടികളല്ല, അവർ മിക്സഡ് സ്കൂളായിരുന്നു കൂടുതലും. അവർക്ക് ക്ലാസ് 90s പറയുകയാണെങ്കിൽ ക്ലാസ്സിൽ പെൺകുട്ടികൾ എത്ര പെൺകുട്ടികളാണെങ്കിലും സംസാരിക്കുന്നുണ്ടാവും. ഒരു 10-20 പെൺകുട്ടികളുണ്ടെന്ന് വെക്കുക. അതിൽ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ആൺകുട്ടികൾ സംസാരിച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ കുട്ടി എങ്ങനെ കണ്ടിരുന്നത്? സത്യം അല്ലെ? ആ കുട്ടി എന്താ ചെയ്യുന്നത്? തൻ്റെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനോട് ജെൻഡർ പോലും നോക്കണ്ട, ഫ്രീ ആയിട്ട് സംസാരിക്കുക. അന്ന് എങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്? ആൺകുട്ടികൾ ആ കുട്ടിയെ പറ്റി എന്തായിരിക്കും ചിന്തിക്കുക? അതേസമയം ആരോടും മിണ്ടാതെ നിൽക്കുന്ന ഒരു കുട്ടി, ആരും അറിയാതെ വന്നു പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ ഇമേജ് എന്തായിരിക്കും? ഇന്ന് ആ കാലഘട്ടം മാറി. ഇന്ന് ആ മണ്ടൻ വിശ്വാസം തന്നെ പറയാം, ആ മണ്ടൻ ജഡ്ജ്മെന്റ് എല്ലാം മാറി. കുട്ടികൾക്ക് വളരെ യങ് ഏജിൽ തന്നെ ആൺകുട്ടി പെൺകുട്ടി ആ ഡിഫറൻസ് തന്നെ അവർ നോക്കാണ്ട് സംസാരിക്കാനും അവർക്ക് ഇടപെടാനുള്ള ചാൻസസ് ഇന്നുണ്ട്. അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ട് പറയാൻ. ഇത് ഓപ്പോസിറ്റ് പോയിന്റ് അല്ല. അതിപ്പം പണ്ടത്തെ കാലത്ത് ഇപ്പം ഒരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ട് അല്ലെങ്കിൽ ഫ്രണ്ടുകൾ പലരും ഹംസങ്ങളായിട്ടൊക്കെ എഴുത്ത് കൈമാറുന്നവരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. പക്ഷേ നമുക്ക് ആ ഓരോ മീറ്റിങ്ങും കിട്ടുന്ന ഒരു 10 മിനിറ്റ് ആണെങ്കിൽ ആ 10 മിനിറ്റ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതിന്റെ റീസൺ എന്താണ്? കാരണം സ്ഥിരമായി കാണാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മുടെ ഇമാജിനേഷൻ എന്നൊരു കാര്യമാണ്. ഞാൻ ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ അതായത് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് മിഠായി അല്ലെങ്കിൽ ടോയ് വേണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പേരൻസ് പെട്ടെന്ന് മേടിച്ചു കൊടുക്കുമായിരിക്കും. പഴയ ഒരു കാലഘട്ടത്തിൽ അതേ ഇൻറ്റൻസിറ്റി ആയിരിക്കില്ല. അപ്പോൾ ആ സാധനം നിറവേറി കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷം വേറെയാണ്. ഭയങ്കര ഇതാണ്. ഇത് ഇന്നത്തെ കാലത്ത് ഒപ്പോസിറ്റ് പറയില്ല. ഇന്നത്തെ കാലത്ത് ഒബ്വിയസ്ലി ടെക്നോളജിയും പരിപാടിയും ഉപയോഗിച്ച് ഇപ്പം പ്രണയിക്കുന്ന ഒരാൾ നമ്മുടെ കയ്യിൽ ആയുധങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഫോണുണ്ട്, വാട്സപ്പ് ഉണ്ട്, എന്തൊക്കെയാണോ അതൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് അവർ പ്രണയിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു കാര്യം കുറേ നാൾ വെയിറ്റ് ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ആ ഡോപ്പമിൻ റഷ് ആണോ എന്നുള്ള സാധനം മാത്രം ഒരു ഡിബേറ്റബിൾ ആണ്. ഒരു കുറേ അധികം നാൾ ഇതുപോലെ കാത്തിരുന്ന് കിട്ടുന്ന ഒരു സിനാറിയോ ആ തുടക്കത്തിലുള്ള ഹൈയേ ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എപ്പോഴും കൂടുതലുള്ളത് പോലെ ഒരു ജീവിതം അവിടെയും വരിക. അപ്പൊ റിയാലിറ്റി ഫേസ് സ്റ്റക്ക് ആവും. ഇതിൽ വേറൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ പ്രണയിക്കുന്ന ആൾക്കാർ, പേഴ്സണലി സംസാരിക്കാൻ ടൈം കിട്ടാത്ത അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം കണ്ട് സംസാരിക്കുന്ന ആൾക്കാർ, ഇവർ പെട്ടെന്നൊരു നിമിഷം കല്യാണം കഴിക്കുകയാണ്. ഒളിച്ചോടി പോയി അങ്ങനെ കല്യാണം കഴിക്കുക. ആ വിവാഹം കഴിഞ്ഞിട്ട് അടുത്ത മൊമെന്റ് ലൈഫ് എന്തായിരിക്കും ഇവർക്ക് അറിയില്ല. ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും
പെട്ടെന്ന് ഭീതി ജനിക്കും. ഇതാണോ അതായത് യഥാർത്ഥ ഇതുവരെ വ്യക്തി കാണാത്ത എന്നുള്ള അല്ലെങ്കിൽ ചോദ്യം. സങ്കല്പിച്ച പെൺകുട്ടി ആയിരിക്കില്ല അവന്റെ മുമ്പിൽ. മനോരമയിലും സങ്കല്പിച്ച മംഗളത്തിലൊക്കെ എഴുതിയ നോവലുകൾ വായിച്ചുള്ള ഒരാളാണ് തീർന്നു. മറ്റേ സിനിമ 90 ഏതാണ് പടത്തിന്റെ പേര്? അതുപോലെ ടോക്സിസിറ്റി ഒക്കെ ഇങ്ങനെ തന്നെയാ. പെട്ടെന്ന് ഒരു ദിവസം അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവനെങ്ങരുത്. ആ, അത് മിഥുനം. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഞാൻ ജെൻഡർ വെച്ച് പറയില്ല. അത് വെച്ച് നോക്കണേ ഇന്നത്തെ സിറ്റുവേഷൻ കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? പേഴ്സൺ ടു പേഴ്സൺ അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരുപാട് അത് വാട്സപ്പ് ചാറ്റിലൂടെ പേഴ്സൺ ടു പേഴ്സൺ എങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ പറഞ്ഞോളൂ. എനിക്കൊരു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പേഴ്സൺ ടു പേഴ്സൺ ടൈം കൂടുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ പറയുക, എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാത്തിരിപ്പിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇന്നത്തെ കാത്തിരിപ്പിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാവോ, നമ്മളൊരു ബ്ലൂടിക്ക് വീണു, ആ പേഴ്സൺ റിപ്ലൈ ചെയ്തില്ല, അവിടെ തുടങ്ങുകയാണ് പെയിൻ. ഓക്കെ, ഇയാൾ നമ്മളെ ഇട്ടിട്ട് പോയി എന്നുള്ള അങ്ങനെയായി ഈ പ്രണയം. നമ്മളെ റിലേഷൻഷിപ്പ് എല്ലാം ഒരു സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോൺവെർസേഷനിൽ ഒതുങ്ങുന്ന രീതിയിലായിപ്പോയി. ഒരാൾ മെസ്സേജ് അയച്ചു, ഓക്കെ റിപ്ലൈ ചെയ്തില്ല, തീർന്നതോടെ ടെൻഷൻ, വഴക്ക്, പ്രശ്നം, അങ്ങനെ എല്ലാം അതിനെ ബേസ് ചെയ്ത് പോയി. പക്ഷെ എല്ലാ പ്രണയങ്ങളും ഈ കാലഘട്ടത്തിൽ അങ്ങനെയാണെന്ന് നേരത്തെ സരൺ പറഞ്ഞതുപോലെ നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. Generalize ചെയ്യാൻ പറ്റില്ല. ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ മെജോറിറ്റി ഇതിന്റെ Dependent ഒരു സൈഡ് ആണ്. ആ 90s കറക്റ്റ്. ഞാൻ പറഞ്ഞുതരാം. സ്ഥിരമായി കാണുന്ന രണ്ടുപേരും ഇവര് സംസാരമില്ല, നോട്ടം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം നോക്കിയില്ല, ഈ പറഞ്ഞ ബ്ലൂടിക്ക് കണ്ടിട്ട് ഇല്ലാത്ത ആ ടെൻഷൻ ഉണ്ടല്ലോ, സെയിം അവസ്ഥയായിരിക്കും ആ സമയത്ത് ഉണ്ടാകും. അത് വളരെ ഫീലിംഗ് ആ ഫീലിംഗ് സെയിം ആണ്. അതിന്റെ അവസ്ഥ മാറുന്നു, അതിന്റെ ഷേപ്പ് മാറിയെന്നുള്ളൂ. നോക്കിയില്ല, ഇത്തവണ ബ്ലൂടിക്കിന് റിപ്ലൈ ചെയ്യുന്നില്ല. എനിക്ക് സിമ്പിൾ. തോന്നുന്നു അത് ക്യാരക്ടർ ഡിഫറൻസസിൽ വരുന്ന ഇതാണ്. അന്നും മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഇന്നും മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓഫ് കോഴ്സ്. അപ്പം രണ്ട് മെച്ചോർഡ് ആയിട്ടുള്ള ആൾക്കാർ മനസ്സിലാക്കി പ്രണയിക്കുമ്പോൾ അന്നായാലും ഇന്നായാലും പ്രണയം വളരെ 90s-ലും ഇതേപോലത്തെ സെയിം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതങ്ങനെ അധികം ആരും അറിയുന്നില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജെൻസിയുടെ കാര്യം കൂടുതലും എല്ലാവരും അറിയുന്നുണ്ട്. അന്ന് ആരും അങ്ങനെ കൂടുതലായിട്ട് അറിയുന്നുണ്ടായിരുന്നില്ല. അന്ന് പ്രണയിക്കുക എന്ന് പറഞ്ഞ ക്രൈമാണ്. ലിറ്ററലി ഫാമിലീസിന്റെ മുമ്പിൽ സോഷ്യൽ അതിപ്പോഴും സ്റ്റാറ്റസ് കാണാറുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് അതിപ്പോഴും കാണാറുണ്ട്. ഉണ്ട്, എങ്കിലും അത് കുറച്ചൊക്കെ വിട്ടേ. ബെറ്റർ ആണ് ഇപ്പോ. അല്ലെ, എനിക്കെപ്പോഴും ആണെങ്കിൽ ചിന്തിക്കുന്നത് ഇപ്പോഴും ഉണ്ടല്ലോ. നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് 90s-ഉം ഇപ്പോഴുമാണ് അല്ലേ. ആ, അതിന്റെ അതിന്റെ മുമ്പ് വേറെ ഭീകരാവസ്ഥകളായിരുന്നു ഉം. 80s 70s-ലോട്ടൊക്കെ പോകുമ്പോൾ. ഇപ്പോൾ കൂടുതലും ഫാമിലീസ് സപ്പോർട്ടാണ്. ഇപ്പോൾ എല്ലാവരും പുറത്തു പോയി പഠിക്കാനും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും അവർക്ക് ഫ്രീഡം കിട്ടുവാണ്. സോ അവർക്ക് പാരൻസിൻ്റെ സപ്പോർട്ടുണ്ട്. പിന്നെ കൂടുതലും പാരൻസ് അറിയാതെ അവരെല്ലാം ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് കുറേ ഫാമിലീസിൽ നമുക്ക് സപ്പോർട്ട് ആക്ച്വലി കാണാം. കുറേ അധികം ഫാമിലീസിൽ ഇവർ ഈ പുറമെ ഭയങ്കര എന്താ ഫ്രീഡം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യത്തോടെ എടുക്കുമ്പോൾ വീട്ടിനകത്തിരുന്നോണെന്ന് പറയുന്നത് ഒരുപാട് ജെൻസി കിഡ്സിന്റെ പാരൻസിനെ വരെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. വെറുതെ ഫ്രീഡം പറഞ്ഞിട്ട് കാര്യത്തോടെ എടുക്കുമ്പോൾ കാസ്റ്റ്, റിലീജിയൻ, മറ്റ് പല കാരണങ്ങളും പറഞ്ഞ് കല്യാണത്തിന് സമ്മതിക്കില്ല. അറിയായിരിക്കുമല്ലോ. ഓക്കെ, എനിക്കിനി എന്തെങ്കിലും ഓഫ് കോഴ്സ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിൽ പറയുന്ന പോലെ പ്രണയം അക്സെപ്റ്റ് ചെയ്യുന്നു, കല്യാണത്തിന് സമ്മതിക്കുന്നു. പക്ഷേ ദർ ആർ എക്സാമ്പിൾസ് വെയർ അതായത് കുട്ടിക്ക് താല്പര്യമുണ്ട് പ്രണയിച്ച് വിവാഹം കഴിക്കണം, പക്ഷെ നിനക്ക് ഇത്ര ഏജായി, നീ ഇത്ര ഏജിനുള്ളിൽ കല്യാണം കഴിക്കണം. അറേഞ്ച്ഡ് മാരേജ് ചെയ്യാൻ വേണ്ടി അവരെ കമ്പൽ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഒരു സൈഡിൽ. അത് പുറം ലോകം അറിയുന്നില്ല. ഓക്കെ, ആര്യ, എന്താണ് റെഡ് ഫ്ലാഗ്? റെഡ് ഫ്ലാഗ് പല ടൈപ്പ് ഉണ്ട്. അത് ഓരോ പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പോൾ ഇപ്പോൾ രണ്ട് പേഴ്സൺസ് തമ്മിൽ ലവ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ മേ ബി ഭയങ്കര സിൻസിയർ ആയിരിക്കും, അവർ എല്ലാം കൊണ്ടും ഓക്കെ ആയിരിക്കും. ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പല തരത്തിലും ഇപ്പോൾ ഒരാൾ ചീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മെസ്സേജസ് സീൻ ചെയ്തില്ലെങ്കിൽ അപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഇതുപോലെ ആൻസൈറ്റി, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഫ്രണ്ട്സിനോട് തന്നെ പറയും അവൻ ഭയങ്കര റെഡ് ഫ്ലാഗ് ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മെജോറിറ്റി ആൾക്കാരും ഫീലിങ്സ് വെച്ച് കളിക്കുവാണ്. ഇപ്പോൾ ഒരാളുടെ ഫീലിങ്സിനെ അവിടെ വാല്യൂ ചെയ്യുന്നില്ല. എപ്പോഴും സ്വന്തം ഫീലിങ്സ് നോക്കിയിട്ട് അത് ഹേർട്ട് ആവുന്നുണ്ടോ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഒരിക്കലും അവരുടെ ഫീലിങ്സിന് അവരത്ര വാല്യൂ കൊടുക്കുന്നില്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറച്ച് പേര്. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞതുപോലെ ആണെങ്കിലും പിന്നെ അല്ലാതെ ഈ ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അത് പിന്നെ അധികം പേര് അറിയുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ഉള്ള ഗേൾസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഫ്രീഡമാണ്. അതിപ്പോൾ ഡ്രസ്സിങ്ങിനാണെങ്കിലും ഏതൊരു കാര്യത്തിനാണെങ്കിലും ഇത് കൂടുതലും ബോയ്സ് സമ്മതിക്കുന്നില്ല. അപ്പോഴേ അവരൊരു റെഡ് ഫ്ലാഗ് ആകുവാണ്. അങ്ങനെ പല ടൈപ്പിൽ അത് ഈ സിറ്റുവേഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, പറയുന്നതിനനുസരിച്ച്. അങ്ങനെ അതിന് പാരന്റ്സിന്റെ ഒരു റീസൺ ആട്ടോ. അത് ഈ correct. ഇപ്പൊ ബോയ്സിനെ വളർത്തുന്ന ഒരു രീതി ഉണ്ടാവുമല്ലോ. ഐ മീൻ
അവൻ്റെ പാരൻസ് അവനെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇത് ആക്ച്വലി ജെൻഡർ ബേസ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് പെൺകുട്ടികൾ വളരെയധികം ടോക്സിക് ആയിട്ട് ഉണ്ട്. ഞാൻ അതാ പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ മെയിൽ ഓർ ഫീമെയിൽ പാരന്റിങ് അതിനൊരു റീസണാണ്. നമ്മുടെ ഒരു 16 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ ഓൾമോസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സ്റ്റേജിലാവും. അന്ന് സ്വയം നമ്മൾ മനസ്സിലാക്കണം എന്താണ് നമ്മളെ പഠിപ്പിച്ചതെന്നും എന്താണ് റിയാലിറ്റി എന്നും. അത് മനസ്സിലാക്കുന്നവൻ ഈ പറഞ്ഞ റെഡ് ഫ്ലാഗ് അല്ലാത്തൊരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറും, ഗ്രീൻ ഫ്ലാഗ് ആയിട്ട് മാറും. അല്ലാത്തൊരാൾ സ്റ്റിൽ എന്താണ് ഈ അച്ഛനമ്മമാർ ഇട്ട് കൊടുത്ത എന്താണ് പഴയ ജനറേഷന്റെ ആ വിത്ത് തലയിൽ കൊണ്ട് ബാക്കി ആളിലിടുക. അപ്പൊ ഈ റെഡ് ഫ്ലാഗ്സിനെ പറ്റി പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി ഒരു റെഡ് ഫ്ലാഗിനെ കണ്ട് തിരിഞ്ഞോടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ആരുടെങ്കിലും സ്റ്റോറീസ് ഷെയർ ചെയ്യാനാണെങ്കിൽ യു ക്യാൻ ഡു ദാറ്റ്. ഓഫ് കോഴ്സ് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ എക്സ് ഭയങ്കരമായിട്ട് ഒരു 1 മന്ത് അല്ല ഒരു 2 വീക്സ് ആയിക്കാണോ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായിട്ട്. ആദ്യത്തെ ഒരു 4-5 ഡേയ്സ് ഒക്കെ ഭയങ്കര ഓക്കെ ആയിട്ട് തുടങ്ങിയൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പോൾ തന്നെ ആള് ഭയങ്കര സിൻസിയർ ആവാൻ തുടങ്ങി. രണ്ടുപേരും മേ ബി അവരുടെ ഏജ് കൊണ്ടായിരിക്കാം. അപ്പോൾ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ ദിവസമെല്ലാം ഭയങ്കര ഓക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കോൾ ബേസ് വന്നപ്പോഴത്തേക്കും ആ കുട്ടി എവിടെയോ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ആൾ വിളിച്ചു. അപ്പോൾ ഫ്രണ്ടിനെ എന്തോ കോൾ ചെയ്ത് എന്തോ ആയിരുന്നു. അപ്പോൾ അനദർ കോൾ പറയുമല്ലോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഭ്രാന്ത് പോലെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ കാണിച്ചിട്ട് എന്തുകൊണ്ട് എടുത്തില്ല, അല്ലെങ്കിൽ നീ ആരുടെ കൂടെ ആയിരുന്നു, അല്ലെങ്കിൽ ആര് വിളിക്കുമായിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് പറയാനും ചീത്ത പറയാനും അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അറ്റ്ലീസ്റ്റ് ഈ കുട്ടി എന്ത് പറഞ്ഞിട്ടും അവിടെ ആൾ മനസ്സിലാക്കുന്നില്ല. വേറെ എന്തോ കളത്തരം കാണിക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനെയാണെന്ന് പറയാൻ തുടങ്ങി. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടാൻ പാടില്ല, അല്ലെങ്കിൽ 10 പേരെ കാണിച്ചിടാൻ പാടില്ല, നീ ഷോൾ ഇടണം, നീ അങ്ങനെ കണ്ണെഴുതാൻ പാടില്ല, ഇങ്ങനെ കണ്ണെഴുതാൻ പാടില്ല, ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്, സോ നീ അങ്ങനെയാണ്, അങ്ങനത്തെ ഇത് റെഡ് ഫ്ലാഗ് അല്ല, റെഡ് ഫോറസ്റ്റ് ആണ്. ഈ പുള്ളിക്ക് ഇതിന് മുന്നേ റിലേഷൻ ഉണ്ടായിരുന്നു. ആ കുട്ടി രക്ഷപ്പെട്ടോടി. പിന്നെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് ആളുടെ ഫ്രണ്ട് വിളിക്കുക, ആള് സംസാരിക്കുക, അങ്ങനെയൊക്കെ. അതായത് തേർഡ് പേഴ്സൺ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ലാസ്റ്റ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് പറഞ്ഞപ്പോൾ ഒരു 3 വീക്സ് അത്രയൊക്കെ പോയിട്ടുള്ളൂ. പുള്ളി എന്തായാലും നല്ല ആളല്ലേ. 3 വീക്സ് കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം ഒന്നും കാണിച്ചു, ആദ്യമേ കാണിച്ചു. കാരണം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് സ്വഭാവം കാണിക്കുന്നവരുണ്ട്. അന്നാണ് ബ്രേക്കപ്പ് പറഞ്ഞപ്പോൾ പിന്നെ അവള് തേപ്പുകാരിയായി, ശരിയല്ലാത്തത് കൊണ്ടായി, വേറെ റിലേഷൻ ഉള്ളതുകൊണ്ടാണെന്നായി, അങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. പിന്നെ ഈ കുട്ടിക്ക് ഭയങ്കര ട്രോമയായിരുന്നു. ഇപ്പൊ നേരത്തെ ബ്രോ പറഞ്ഞ 90s ഒരു സാധനം പറഞ്ഞില്ലേ, മറ്റേ പണ്ട് എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്, ക്ലാസ്സിൽ ഒരു പെൺകുട്ടി മിണ്ടിയ, അതിന്റെ സിമിലർ തന്നെ എല്ലാ സമയത്തും ഉണ്ട്. ശരിക്കും വേറെ രൂപത്തിലാണ്. അനശ്വരയോട് ചോദിക്കുകയാണ്, നേരത്തെ പറഞ്ഞില്ലേ ഈ ജനറേഷനിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണെന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ തന്നെ എടുത്തു നോക്കുക. പണ്ടാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതെല്ലാം കുറേയധികം സ്ത്രീകൾ ഓർ പുരുഷന്മാർ വാട്ടെവർ, കൂടുതലും മെജോറിറ്റി സ്ത്രീകളായിരിക്കും സഹിക്കും. അയ്യോ എന്റെ ചേട്ടൻ അത് പറഞ്ഞു, ഞാൻ ഷോൾ ഇടും, എന്റെ ചേട്ടൻ കണ്ണ് അങ്ങനെ എഴുതിരുന്നു, ഇത് ചെയ്യും. പക്ഷെ ഇവിടെ ആണെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലായി ദിസ് ഇസ് സംതിങ് റോങ്, ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് പാർട്ട്ണർ ഫോർ മീ. അപ്പം ഈ ഒരു തോട്ട് ഡിഫറൻസിനെ എങ്ങനെയാണ് കാണുന്നത്? ഇത് സത്യം പറഞ്ഞാൽ ഇത് പണ്ടുള്ള കാര്യമാണ്. ഇത് പണ്ട് ഇങ്ങനെ ഇല്ല എന്ന് നമ്മൾ ആരും പറയുന്നില്ല. നമ്മൾ പണ്ടത്തെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പം മറ്റുള്ളവർ കരുതുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഭയങ്കര വിശുദ്ധ പ്രണയം, അങ്ങനെയല്ല. എന്ന് വെച്ചാൽ പണ്ട് ഇത്രയും ഇപ്പം സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടാണ് ആൾക്കാർ ഒരു 50% ആൾക്കാർ അല്ലെങ്കിൽ 60% ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ കൂടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. പണ്ട് അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സാധനമില്ല. ആളുകളെ കൂടുതൽ അറിയാനുള്ളൊരു സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ഇപ്പം ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കല്യാണം ആലോചിച്ചു, നേരെ കല്യാണമാണ്. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുന്ന സ്ത്രീകൾ പണ്ടുമുണ്ട്. അല്ല ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ പറയുന്നത് പണ്ടുമുണ്ടെന്നേ പറഞ്ഞുള്ളൂ, കൂടുതലാണെന്ന് പറഞ്ഞില്ല. അതായത് നോ പറയാനുള്ള ഒരു ധൈര്യം, നോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. നോ പറയുന്നതിനും ഉപരി ഇത് വീട്ടിൽ ചർച്ച ചെയ്യാനും, അത് എന്ന് വെച്ചാൽ അതെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ എൻ്റെ അച്ഛൻ്റെ മുതിർന്ന സഹോദരൻ, അപ്പം അദ്ദേഹം ആദ്യം ഒരു കല്യാണം കഴിച്ചു. അതിലൊരു കുഞ്ഞുണ്ട്. പക്ഷേ അവരുടെ ജീവിതം എന്ന് വെച്ചാൽ എൻ്റെ വല്യച്ഛൻ കുറച്ച് എഴുത്തും കുറച്ച് കലാകാരനാണ്. അപ്പം കുറേയും കൂടെ ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വൈഫിൻ്റെ കൂടെ അധികം സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല.
അപ്പോൾ വൈഫിന് അതൊരു പ്രശ്നമായി. വളരെ പണ്ടാണ്. എൻ്റെ വല്യച്ഛൻ ഇപ്പോൾ ഒരു 77 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ വല്യച്ഛൻ കല്യാണം കഴിക്കുന്ന ആ ഒരു ടൈം ഒരു 23 വയസ്സിലൊക്കെയാണ് എൻ്റെ വല്യച്ഛൻ കല്യാണം കഴിക്കുന്നത്. അന്നത്തെ, അപ്പോൾ എത്രയും ബാക്കാണെന്ന് ചിന്തിക്കുക. അന്നത്തെ കാലത്ത് വീട് വിട്ട് ഇറങ്ങാൻ ധൈര്യം കാണിച്ച ആളാണ് എൻ്റെ വല്യമ്മച്ചി, ആദ്യത്തെ വല്യമ്മച്ചി. അതായത് പുള്ളിക്കാരൻ കുറച്ച് ടോക്സിക് ആയിരുന്നു. അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ജെൻസിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ പോലെ മുഖത്ത് നോക്കി നീ പോടാ എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ധൈര്യമില്ല. അതൊക്കെ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട് വരെ ഞാൻ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ എൻ്റെ വീട് വരെ പോവാണ് എന്നൊരു എക്സ്ക്യൂസിൽ വീട്ടിൽ പോയതിനു ശേഷം മാറുന്ന ആൾക്കാരും ഉണ്ട്. പണ്ടും ധൈര്യത്തോടെ ഇപ്പം എന്റെ ഗ്രാൻഡ് മദർ ഒക്കെ ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അത് ഒരുപാട് അളവിൽ കുറവല്ലേ എന്നുള്ളത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കാരണം ഇന്നത്തെ ജനറേഷന് കുറച്ചുകൂടി അവയർനെസ് ഇല്ലേ? ഈ അവയർനെസ് മാത്രമല്ല, ഒരു സാധനം കൂടി ഉണ്ട്. ഇപ്പൊ പുള്ളിക്കാരി പറഞ്ഞ പോയിന്റ്, ഇപ്പൊ 3 ആഴ്ച കൊണ്ട് ആ പുള്ളിക്കാരുടെ ഫ്രണ്ടിന്റെ റിലേഷൻ ഇത് എന്ന് പറയില്ലേ, സത്യം പറഞ്ഞ ടെക്നോളജി, ഫോണും പരിപാടി ഇതൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റി അവൻ ഇങ്ങനെയാണെന്ന്, ടോക്സിക്. പിന്നെ അതുപോലെ അവയർനെസിന്റെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും കുറച്ചുകൂടി അവയർനെസ് കൂടുതലാണ്. അതായത് ഇപ്പോഴത്തെ ഞാനിത് പറയുമ്പോൾ ഇടയ്ക്ക് ഒരുപാട് ക്രോസ് വരും. അതായത് ഇന്ന ഏജിൽ ഇന്നത് മാത്രമേ അറിയാൻ പാടുള്ളൂ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നോളൂ. പക്ഷെ അതിന് മുന്നേ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ പറയാൻ കാരണം, നമ്മൾ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ചില കാര്യങ്ങൾ അറിയേണ്ട ഏജിൽ അറിയേണ്ട ആവശ്യങ്ങളേ ഉള്ളൂ. അതിലപ്പുറം അവർ 18 വയസ്സിൽ അറിയേണ്ട കാര്യം 6 വയസ്സിൽ അറിഞ്ഞിട്ട് അവർക്ക് ഇവിടെ ഒന്നും നേടാനില്ല. അവർക്കിവിടെ ഒന്നും നേടാനില്ല എന്ന് ഞാൻ ഇപ്പോഴും പറയും. 18 വയസ്സിൽ അവെയർ ചെയ്യേണ്ട കാര്യം, ഇപ്പം സെക്സ് എഡ്യൂക്കേഷൻ, 6 വയസ്സുള്ള ഒരു കൊച്ചിനെ സെക്സ് ഇങ്ങനെയാണ് കേട്ടോ എന്ന് അതിനോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം ഇനി നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിന് മനസ്സിലാവോ? 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് സെക്സിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവോ? ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവോ? ഇന്റിമസി, ഇമോഷണൽ ബോണ്ടിങ്, ഞാൻ ചോദിക്കുവാണ്, പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവോ? ഇല്ല. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുമോ എന്നാണ് എന്റെ ചോദ്യം. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുമോ? അതാ ചോദ്യം. പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അല്ല, അത് പറ്റും. ഞാൻ പറഞ്ഞ ഇമോഷണൽ ബോണ്ടിങ്, മറ്റേ ബോണ്ടിങ്, മറിച്ച ബോണ്ടിങ് ഒന്നും പറഞ്ഞു 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് അത് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഇമോഷണൽ ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പൊ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഒരു ബോണ്ടിങ്, അത് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കേണ്ട കാര്യമല്ല, അല്ലേ? ആ കുട്ടിക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുത്താണ് മനസ്സിലാക്കുന്നത്, അല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇപ്പോഴത്തെ ഇത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. അത് ആദ്യമേ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സ്പെക്റ്റീവാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്. എൻ്റെ മകളാണ്, 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ വളർന്നു വന്ന സാഹചര്യം വളരെ സ്ട്രിക്റ്റ് ആയിട്ടാണ് എന്നെ എൻ്റെ ഫാദർ വളർത്തിയിരിക്കുന്നത്. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ പറയായിരുന്നു, ഈ പണ്ടാരോ അച്ഛൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അങ്ങനെ എന്നെ വളർത്തിയതിൻ്റെ ഒരുപാട് 100% ഗുഡുണ്ടെന്നല്ല പറയുന്നത്, ഒരു 85% എനിക്ക് തൻ്റെടമായിട്ട് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് കൂടി ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ഹസ്ബൻഡ് വെളിയിലാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിന്നൊരു കുട്ടിയെ വളർത്താനൊക്കെ എന്നെ പ്രാപ്തയാക്കിയത് ഒരു പക്ഷേ എൻ്റെ അച്ഛൻ്റെ ആ ഒരു ഇതായിരിക്കും. അപ്പം ഞാൻ പറയുന്നത്, ഞങ്ങളെ വളർത്തിയ ആ ഒരു രീതിയിൽ തന്നെയാണ് എനിക്കിപ്പോഴും നിൽക്കാൻ ഇഷ്ടം. അറിയേണ്ട കാര്യങ്ങൾ അറിയേണ്ട സമയത്ത് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട സമയത്ത് ഒളിയും മറയും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് അവയർനെസ് അതായത് അധികമായാൽ അമൃതും വിഷം. അത് ഇനി ഈ ജനറേഷനല്ല, 2030 വന്നാലും 35 വന്നാലും അത് കറക്റ്റാണ്. എന്തും ആവശ്യത്തിന് സൂപ്പറാണ്, അത് അധികമായാൽ വിഷമാണ്. അനശ്വര വിശ്വസിക്കുന്നുണ്ട് ഇന്ന് സ്ത്രീകൾക്ക് കിട്ടുന്ന ഈ ഒരു പരിഗണനയും ഈ ഒരു ഫ്രീഡവും ഈ ഫ്രീഡത്തിന്റെ ഒക്കെ കുറെ കേസുകൾ നമ്മളിപ്പോ കാണുന്നില്ലേ? 2 കേസസ് ഉണ്ട്. മെന്നും അന്ന് സഫർ ചെയ്യുന്നതും ഇന്ന് സഫർ ചെയ്യുന്നതും എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനും ഡിഫറൻസസ് ഉണ്ട്. കാരണം പണ്ട് പേട്രിയാർക്കി ഉണ്ടായിരുന്ന ഒരു സമയത്ത് ആണുങ്ങൾ, എനിക്ക് തോന്നിയിട്ടുള്ളത് കൂടുതൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ജോലിഭാരം, അതുപോലെ കുടുംബത്തിന്റെ മുഴുവൻ ചുമതലയൊക്കെ ഇവരും സഫർ ചെയ്തിരുന്നു. ഇന്ന് പക്ഷെ അതിന്റെ ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവ്, ഇക്വാളിറ്റിയും ഫെമിനിസം ഒക്കെ വന്നപ്പോൾ രണ്ടുപേർക്കും ഉള്ളൊരു ഒത്തൊരുമ, അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് നമ്മൾ കുറേ കൂടെ കണ്ടീഷൻഡായിരുന്നു. അതായത് എത്ര തന്നെ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ ആ ഒരു പെയിൻ സഹിച്ച് ആ റിലേഷൻഷിപ്പിൽ അങ്ങനെ നിൽക്കും. അങ്ങനെയായിരുന്നു നമ്മളുടെ മുന്നത്തെ ജനറേഷൻ കുറേ കൂടെ കണ്ടീഷൻഡായിരുന്നത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൂടെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതിൽ നിന്ന് വെളിയിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ്. അല്ല, പണ്ട് എല്ലാവരും അങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിൽ ഫിനാൻഷ്യൽ ഡിപെൻഡൻസി ഇല്ലാത്ത ലേഡീസ് പൊതുവെ സപ്രസ് ചെയ്ത് നിൽക്കുക. അതിപ്പോഴും ഉണ്ടല്ലോ. ഞാൻ ഉണ്ടല്ലോ എന്നല്ലേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ മെജോറിറ്റി ആണ് സംസാരിക്കുന്നത്. സമൂഹം എന്നും വില്ലനാണ്.
അന്ന് ആ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും സമൂഹം വില്ലനാണ്. ഇപ്പോൾ ഒരു പഴയ മാരേജ് കഴിഞ്ഞ് ലവ് മാരേജ് ഒന്നുമല്ല, അറേഞ്ച് ഒരാളെന്ന് വെച്ചോ, അവർക്ക് പ്രേമിക്കാൻ അവസരം കിട്ടാത്തതേ സമൂഹം കാരണമാണ്. തൻ്റെ 18-ാമത്തെ വയസ്സിലും 19-ാം വയസ്സിലും ഈ ഫീലിങ്സ് വരാത്തൊരു മനുഷ്യനുണ്ടാവും. ആ സമയത്ത് അവർക്ക് ഒരാളൊരു അട്രാക്ഷൻ തോന്നിയാൽ അന്ന് പെൺകുട്ടി തല കുനിയായിരിക്കും നടക്കുക. ഒരാളെ തലപൊക്കി നോക്കാൻ അവർക്ക് ധൈര്യമില്ല. ഓപ്പോസിറ്റ് ജെൻഡറിനെ തലപൊക്കി നോക്കാൻ ധൈര്യമില്ലാത്തൊരു പെൺകുട്ടിയെ വളർത്തിയെടുത്ത സമൂഹമാണ്. ആ സമൂഹത്തിൽ അവർക്ക് 18-ാമത്തെ വയസ്സിൽ ഒരാളോട് പ്രേമിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അവളെ വിവാഹം കഴിച്ച് ഈ ഭർത്താവ് അയാൾ ഈ പറഞ്ഞ പോലെ ഒരു ടോക്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു നമ്മളെ ആ ഭാഷ ഒരു ക്രൂരനാണെന്ന് തന്നെ വെക്കുക, ആ തരത്തിലൊരാളാണെങ്കിൽ അവളത് സഹിച്ച് ജീവിക്കാനാണ് ആ സമൂഹം അവളെ പഠിപ്പിക്കുന്നത്. കണ്ടീഷൻഡ് അങ്ങനെയാണ്. ലിറ്ററലി അവളത് സഹിച്ച് ജീവിച്ചോണം. അവളുടെ അമ്മ എന്തായിരിക്കും പറയാ? പെൺകുട്ടികൾ അങ്ങനെയാണ്, അതൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അച്ഛൻ എന്താ പറയാ? ഇപ്പോഴും ഇല്ലേ? ഞാൻ പറയട്ടെ, ഫിക്സിംഗ് വരും, ഇത് ശരിയാവും. അതായത് ഇവരെ കുറച്ച് കല്യാണം കഴിച്ച് കുറച്ച് അച്ഛനോട് പറയട്ടെ, കഴിയുമ്പോൾ ശരിയാവും. അച്ഛനോട് പറയാനുള്ള സ്പേസ് ഇല്ല. അമ്മ അതവിടെ ബ്ലോക്ക് ചെയ്യുക. പിന്നെ ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയാൽ, ഒരു കുട്ടി ജനിച്ചാൽ, പിന്നെ ഈ സ്ത്രീയുടെ ജീവിതം എന്തിനാ? ആ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ പെയിൻ ഉണ്ടെങ്കിലും ആ കുട്ടിക്ക് വേണ്ടി ജീവിക്കുക. ഇത്രമാത്രം സ്ത്രീകൾക്കെതിരായി നിന്ന ഒരു സമൂഹത്തിലാണ് ജീവിച്ചു വന്ന സ്ത്രീകളാണ് ഇപ്പോൾ ഉള്ളത്. അവരുടെ കുട്ടികളായി അടുത്ത ജനറേഷൻ വരുമ്പോൾ അവർ ആ ഫ്രീഡം അനുഭവിക്കണ്ടേ? ലിറ്ററലി അവരത് അർഹിക്കുന്നില്ല. ഉണ്ട്. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഉള്ള ജനറേഷൻ യങ്സ്റ്റേഴ്സിന്റെ പേരൻസ് കുറച്ചും കൂടി നമ്മുടെ ഇപ്പം ഒരു 40s ഉള്ള ആൾക്കാരെന്ന് ഇരിക്കട്ടെ, അവരുടെ അല്ലെങ്കിൽ 1970s 80s ഉള്ള പേരൻസിനെ പോലെയുള്ള ഇപ്പോഴത്തെ പേരൻസ്, അവർ കുറച്ചും കൂടി കുട്ടികൾക്ക് വേണ്ടിയുള്ള കണ്ടീഷനിങ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അതായത് ഇത്രമാത്രം അടിച്ചമർത്തപ്പെട്ട സ്ത്രീകൾ ജീവിച്ചൊരു സമൂഹമാണ് നമ്മുടെ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ഇവർ ഇത്രയും ഫ്രീഡമായി ജീവിക്കുന്നത് കാണുമ്പോൾ ആർക്കാണ് കുഴപ്പം? കുഴപ്പമുള്ളവരുണ്ട്. നമ്മളിപ്പോഴും സോഷ്യൽ മീഡിയ കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രീഡം ഒന്നും ഇല്ലാന്ന് തന്നെ, അതും സ്ത്രീകൾ തന്നെ ഈ സ്ത്രീകൾക്കെതിരെ പോസ്റ്റ് ചെയ്യുന്നത് കാണാം. ഈ പറയുന്ന യാതൊരു തര ഫ്രീഡം ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നത്തക്ക രീതിയിലുള്ള കമന്റ്സ് നമുക്ക് കാണാൻ കഴിയും. അതെ, ആണുങ്ങളെ മാത്രം നമുക്ക് ബ്ലെയിം ചെയ്യാനും പറ്റില്ല. ഒരുപാട് സ്ത്രീകൾ ഈ ഒരു അടിമത്തത്തിനെ ഇപ്പോഴും ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഭർത്താവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഭർത്താവിന്റെ കാൽ കീഴിലാണ് സ്വർഗം എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതെന്തോ ഭയങ്കര ഒരു കിരീടം പോലെ, ഞാൻ എന്തോ ഭയങ്കര മഹത്തായ ഒരു കാര്യം ചെയ്തു, നല്ലതാണെങ്കിൽ അത് അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ. അത് അറിഞ്ഞൂടാത്തോണ്ടാ. അതായത് ആയിക്കോട്ടെ, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. അതിലെന്തിനാണ് ഇടപെടുന്നത്? നിങ്ങൾ ഇത്രയും ഫ്രീഡത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ഒരാളുടെ പേഴ്സണൽ ചോയ്സിന്റെ ഇടയ്ക്ക് കയറുന്നത്? അവർക്ക് അതാണ് ഇഷ്ടം. കൗണ്ടർ ചെയ്തോട്ടെ അതിനെ. അവളുടെ ചോയ്സ് ആക്കിയത് മാറ്റിയതാ. അതാണ് ഏറ്റവും നല്ല ജീവിതം, അതാണ് ബെറ്റർ ലൈഫ് എന്ന് അവളെ പറഞ്ഞ് അവളെ തലയിൽ അടിച്ച് വിശ്വസിപ്പിച്ചതാണ്. അതല്ല എന്ന് അവളെ ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. അതിന് പുറത്തൊരു ലൈഫുള്ള കാര്യം അവൾ അറിഞ്ഞിട്ടുമില്ല. ആൻഡ് ഓൾസോ ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടിട്ട് ഇതുപോലെ ആവാൻ ചുറ്റുമുള്ളവരും ശ്രമിക്കുകയാണ്. നമ്മൾ ഒരു നോ പറയുമ്പോൾ അത് പല ശബ്ദം ആകുമ്പോഴാണ് ഒരു ബിഗ് നോ ആവുന്നത്, ഒരു ചേഞ്ച് സൊസൈറ്റിയിൽ വരുന്നത്. ഇപ്പോൾ അനശ്വര പറഞ്ഞ പോയിന്റിലും കുറേയധികം കാര്യങ്ങളുണ്ട്, ബാക്കി നമ്മൾ സംസാരിച്ച കാര്യങ്ങളും കുറേയധികം പോയിന്റുകളുണ്ട്. പഴയ കാലഘട്ടത്തിലെ പ്രണയത്തിൽ അതിൻ്റെതായ നന്മയും പരിശുദ്ധിയും ഉണ്ട്. എന്നാൽ പല സാഹചര്യങ്ങളിലും അടിമത്വം സ്വീകരിക്കുന്ന പെൺകുട്ടികളെയും കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ വളരെ ഈസിയായി യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു പോകുന്ന ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. എന്നാൽ രണ്ട് കാലഘട്ടത്തിലും അതിൻ്റെതായ നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് വശങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ആ ഫസ്റ്റ് എപ്പിസോഡ്. ഇതിൽ പ്രണയം, തേപ്പ്, വിരഹം, ആദ്യ പ്രണയം, ഇങ്ങനെയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ പല പെർസ്പെക്റ്റീവ്സിൽ നമ്മൾ കേട്ട് കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഒരു അടിപൊളി സെഷൻ ആയിരുന്നു ഇതെന്ന്. ആൻഡ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങളുടെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണും. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് ലെറ്റ്സ് ടോക്ക്.